ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ലോങ് വീഡിയോ. സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഒരു മാസമൊന്നും അല്ലെന്നോ അതിൽ കൂടെ ഒത്തിരി ദിവസമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. കാരണം ഇന്ന് എനിക്ക് ഓഫായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നതൊക്കെ ആയിട്ടും കുറച്ച് അടുക്കള പണികളൊക്കെ ആയിട്ട്. കാരണം നമുക്ക് എന്നും ഡ്യൂട്ടിയൊക്കെ ആകുമ്പം ചില സമയത്ത് ഇതുപോലെ വീഡിയോ അങ്ങനെ ഒത്തിരി എടുത്തിടാനൊന്നും സമയം കിട്ടാറില്ല. ഇപ്പം ഞാൻ കൂടുതലും ചുമ്മാ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് ഷോർട്ട് വീഡിയോസ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, കുഞ്ഞു വീഡിയോസ് എടുത്ത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലും മാത്രം ഇടുന്നതല്ലാതെ യൂട്യൂബിലേക്കായിട്ട് വീഡിയോ എടുത്തിട്ട് കുറേ നാളെ. അപ്പം ഞാൻ ഓർത്തു എന്നും പറയും എല്ലാ ദിവസവും ഓരോ വീഡിയോ എടുക്കാം യൂട്യൂബിലേക്ക്, പക്ഷേ ചിലപ്പോൾ നടക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ഒരു കുഞ്ഞു ലോങ് വീഡിയോ എടുത്തിടാന്ന്. രാവിലെ എണീറ്റ് കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഓഫായിരുന്നു, അപ്പം താമസിച്ച് എണീറ്റത്. അന്നേരം പിന്നെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി അത് കഴിച്ച് പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ള പണി ചെയ്യാനുള്ള ശ്രമത്തിലാട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞോ? പിന്നെ വേറൊരു വിശേഷമില്ല. ഓഫൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും ഓരോ ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഓഫിൻ്റെ നമുക്ക് കുറേ പണികൾ കാണും ചെയ്യാനായിട്ട്. അലക്കാൻ കാണും, യൂണിഫോമൊക്കെ തേച്ച് വെക്കണം പിറ്റേ ദിവസത്തേക്ക്, പിന്നെ അല്ലാതെ കുറേ കുഞ്ഞു പണികളൊക്കെ ആയിട്ട്. പിന്നെ അന്നേരം ഞാൻ ഓർത്തു മീൻകറി വെക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. മീൻകറിയും വെച്ച് കപ്പയും പുഴുങ്ങി, പിന്നെ കുറച്ച് വാഴയ്ക്ക മേടിച്ച് തോരൻ വെക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇത് നോക്കി ഇതിങ്ങനെ പഴുത്തില്ല, പക്ഷേ കളർ മാറി തുടങ്ങി. വാഴയ്ക്കയും പയറും കൂടെ ഇട്ട് കറി വയ്ക്കാമല്ലോ എന്നോർത്ത്, കറിയല്ല തോരൻ, തേങ്ങയിട്ട് തോരൻ വയ്ക്കാമല്ലോ എന്നോർത്ത് ഞാൻ മേടിച്ച് തന്നേ. പക്ഷെ അത് കളർ മാറി തുടങ്ങി. പക്ഷെ ഇതിങ്ങനെ ഇരുന്നാൽ പഴുക്കും. എനിക്ക് വേണമെങ്കിൽ നാട്ടിൽ നിന്ന് കയറി വരുന്നൊന്നുമല്ല, ഈ തമിഴ്നാട്ടിലെ വാഴയ്ക്ക പോലെ. പക്ഷെ ഇത് വറുത്ത് കഴിഞ്ഞാലും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ വാഴയ്ക്ക് വറുക്കുന്നവർ വരില്ല. എങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളതൊന്നും കാണില്ല. അപ്പം ഞാനിതെന്താണേലും തോരൻ വെക്കട്ടെ കേട്ടോ. പിന്നെ ആണെങ്കിൽ മീൻകറിക്കുള്ള മീൻ കഴുകി വാരി വെച്ചേക്കണു. അപ്പം ബാക്കി പണിയാവേ. വാഴയ്ക്ക അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ കറ പോകാൻ വേണ്ടി ഞാൻ സാധാരണ വെള്ളത്തിലിട്ടിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് ഒഴിച്ച് വയ്ക്കും. മഞ്ഞപ്പൊടി ഇട്ടങ്ങ് വെള്ളത്തിലിട്ട് വയ്ക്കും, അന്നേരം പെട്ടെന്ന് അങ്ങ് കറ പൊക്കോളൂല്ലോ. അപ്പോൾ ഇനി വാഴയ്ക്ക അരിഞ്ഞ്, പണ്ടൊക്കെ നാട്ടിലുണ്ടല്ലോ വീട്ടിലൊക്കെ എൻ്റെയൊക്കെ കുഞ്ഞിലെ വാഴ കൃഷി ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ വാഴക്കൃഷിയുടെ വാഴയ്ക്ക് ഏത്ത വാഴയൊക്കെ ഉണ്ടല്ലോ. അന്നേരം ആണെങ്കിൽ ഇങ്ങനെ ചെത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് വാഴയ്ക്കയും ഉണക്കപ്പയറില്ലേ, ഉണക്കപ്പയറും കൂടെ തോരൻ വെക്കണത്. അന്നും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് അല്ലേ. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ തേങ്ങയൊക്കെ ഒതുക്കി ചേർത്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കടുക് പൊട്ടിച്ച് ഭയങ്കര ടേസ്റ്റാണ്. അതും മത്തി വറുത്തതുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ ചായ കുടിക്കാനായിട്ട്, അല്ല ചോറുണ്ടാനായിട്ട്. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇതുണ്ടോ, ഇതൊക്കെ എന്തോ പോലെ ആയിരിക്കും. പക്ഷെ ബാക്കിയൊക്കെ ഇത് ഒരു 3-4 ദിവസമായിട്ട് മേടിച്ച് വെച്ചിട്ട്, പക്ഷെ ബാക്കിയൊക്കെ വാഴയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ. ഞാനിത് അരിഞ്ഞിട്ട് വരട്ടെ കേട്ടോ. വർത്താനം പറഞ്ഞോണ്ടിരുന്നത്